ഹലോ, ഇന്ന് വന്നിട്ടുള്ളതൊരു സ്പെഷ്യൽ DIY ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ഇങ്ങനെ പലരും എഴുതി കാണുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഇത് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് വെച്ചിട്ട് പിന്നെ നമ്മളത് സൂക്ഷിച്ച് വെക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേടിയാണ് കേട്ടോ ഇങ്ങനെയുള്ള വർക്കൊക്കെ ചെയ്ത് വയ്ക്കാനായിട്ട്. അപ്പോൾ കഴിഞ്ഞ റംസാൻ്റെ ടൈമിൽ ഞാൻ DIY ഒക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഫ്രണ്ട്സിന് ലിങ്കെല്ലാം അയച്ചു കൊടുക്കുമല്ലോ. അപ്പോൾ കുറച്ച് പേര് ഇൻസ്റ്റയിൽ എനിക്ക് കേബേർഡ് ഒരു മോഡൽ ചെയ്യുന്നതിൻ്റെ ഒക്കെ വീഡിയോസ് അയച്ചെന്നുണ്ടായിരുന്നു, ഇതുപോലെയൊക്കെ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് അതും ഒരു പേടിയാണ്. കേബ് ഒരു മോഡൽ നമ്മൾ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് പേടിയുള്ളതാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ചെയ്യാത്തത്. അപ്പോൾ വീണ്ടും അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ അയച്ചൊന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അതുപോലെ ഇങ്ങനെയുള്ള അറബിക് റൈറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് വെച്ചിട്ട് നമുക്കത് പ്രോപ്പറായിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റുമോ. പിന്നെ നമ്മൾ അവിടെ ഇവിടെ എല്ലാം മാറി താമസിക്കുന്നവരൊക്കെയാണല്ലോ. അപ്പോൾ മറ്റേ സാധാരണയുള്ള DIYs ഒക്കെ ആണെങ്കിൽ നമ്മളത് വേറെ ആർക്കെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ളത് എന്തായാലും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു DIY ആണ് കേട്ടോ ഇന്ന് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇത് ഞാൻ അതുപോലെ ആർട്ട് വർക്കായിട്ട് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് ബോർഡിൽ തന്നെ ഫസ്റ്റ് എഴുതാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ പെൻസിൽ കൊണ്ട് വരച്ചിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ എഴുതി നോക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുള്ളത് ഇതിൽ സക്സസ് ആവുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാമെന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ ഇത് ഫസ്റ്റ് ആ ഒരു ഫ്രഷ് ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. ഒരു മാർക്കിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത പോലെ തോന്നി എനിക്ക്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിത് കഴിഞ്ഞിട്ടൊരു വേറെ 2 വർക്കും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ അല്ല, ഞാനൊന്ന് ബെറ്ററായി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമ്പാരിസൺ എപ്പോഴും നമ്മളോട് തന്നെ ആയിരിക്കണം കേട്ടോ, വേറൊരാളെ കമ്പയർ ചെയ്തിട്ട് അല്ല. അതിലേക്ക് എത്താൻ നോക്കുക, അല്ലാതെ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് വെക്കാണ്ട് നമ്മൾ എങ്ങനെയാണോ ഇന്നലെ, അതിപ്പോൾ നമ്മുടെ ഹാബിറ്റായാലും സ്വഭാവമായാലും എല്ലാം ഇന്നലെ നമ്മൾ എങ്ങനെയായിരുന്നു അതിനെ ഒന്ന് ബെറ്ററാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലാതെ മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ട് നമ്മുടെ ലൈഫ് കൊണ്ടുപോകാൻ നിൽക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇതെനിക്ക് എൻ്റെ ഒരു കൺസേണിൽ എനിക്കിഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒന്ന് വാർണിഷ് വെച്ചിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ റൗണ്ടിലില്ലേ നമ്മൾ ഫെവിക്കോൾ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊരു ഗോൾഡൻ ഗ്ലിറ്ററും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വർക്ക് ഞാൻ അതിൽ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ തോന്നിയില്ല. ഇനി തൊട്ട് കുളാക്കണ്ടല്ലോ വെച്ചിട്ടാണ് കേട്ടോ സംഭവം. അപ്പോൾ ഞാൻ പിന്നെ അത് അങ്ങനെ എടുത്ത് വെച്ചു. പിന്നെ എനിക്ക് 2 റൈറ്റിങ്സും കൂടെ അതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇനി കേക്ക് ബോർഡ് നോക്കിയിട്ട് വേറെ കിട്ടിയിട്ടില്ല എനിക്ക്. പിന്നെ കാർഡ് ബോർഡ് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിട്ടുള്ളത്. അപ്പോഴും ആ ഒരു സ്മൂത്ത്നെസ് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇത് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ഫുള്ള് പരതലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ രാത്രിയാണ്, ടൈം എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. ആ ഒരു ടൈമിലാണ് ഇത് വെച്ചിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് പിന്നെ ചെറിയ 2 ഒരു വാച്ചിൻ്റെ ബോക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്കാണ് ഞാൻ വേറെ നെക്സ്റ്റ് 2 DIY ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് 2 DIY വർക്കിനായിട്ട് ഇത് രണ്ടുമാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു വാച്ചിൻ്റെ ബേസും അതിൻ്റെ ലിഡുമാണ്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻസൈഡിലാണ് കേട്ടോ നമ്മൾ റൈറ്റിങ്സ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റിങ്സ് എന്താണെന്നൊക്കെ ഉള്ളതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പാടായിരിക്കും, ആ ഒരു എഡ്ജ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് എഴുതിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ 2 പെൻസിൽ ഇതുപോലെ സ്ലാൻഡിങ് ലൈന് വരില്ലേ, അതുപോലെ ഒന്ന് ചെറുതും വലിയതുമായിട്ടുള്ള ഒരു വലിപ്പത്തിൽ ടൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ടാണ് കേട്ടോ എഴുതുന്നത്.
അപ്പോൾ അതങ്ങനെ എഴുതി സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു തിക്നെസ്സിൽ നമുക്ക് ഈ ഒരു സ്പേസ് അലൊക്കേഷൻ തികയാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അതൊക്കെ റബ്ബ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു, റേസ് ചെയ്തിട്ട്. പിന്നെ ഞാൻ സിംഗിൾ പെൻസിൽ വെച്ചിട്ടാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതെനിക്ക് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ് സിംഗിൾ പെൻസിൽ വെച്ചിട്ട് എഴുതാൻ. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ അതാ നമ്മൾ പെൻസിൽ വെച്ച് സ്കെച്ച് ചെയ്തതിൻ്റെ മുകളിലൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പെൻസിൽ വെച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അതിനേക്കാളും എനിക്ക് ബ്രഷൊക്കെ വെച്ചിട്ട് ഒരു സിംഗിൾ സ്ട്രോക്ക് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും എളുപ്പമായിട്ട് തോന്നൽ. പിന്നെ അത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും തിരുത്താൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഇത് ഫുള്ളായിട്ട് തന്നെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അറബിക് കാലിഗ്രഫിയൊക്കെ അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോകാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാൽ കുഴപ്പമില്ല. ഇത് ഞാൻ ചെയ്യുന്ന രീതികളൊന്നും വെച്ചാൽ ആ ഒരു പ്രോപ്പർ വേയിലല്ല ചെയ്യുന്നത് എനിക്കറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പോരായ്മ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ഞാൻ കുറച്ച് സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എന്തായാലും കമൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ അതാ രണ്ടും റെഡി ആയിട്ടുണ്ട്. ഹന്തും ശുക്രുമാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ 3:30 ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും എഴുതി കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ബോർഡൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രീൻ ഷെയ്ഡൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്കൊരു ഗോൾഡൻ ഷെയ്ഡും കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അത് ഔട്ട് സൈഡും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എഡ്ജിൻ്റെ ഇൻസൈഡും കൂടെ നമ്മളൊന്ന് ബ്ലാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിത് മൂന്നും സെപ്പറേറ്റ് DIY ആയിട്ടാണ് കേട്ടോ ആദ്യം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ആഡ് ചെയ്ത പോലെ തന്നെ ഒരു ഗ്ലിറ്റർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇൻസൈഡിൽ കുറച്ച് ഗ്ലൂ ആ ഒരു റൈറ്റിങ്സിൻ്റെ ബോർഡറായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിലേക്ക് ഗോൾഡൻ ഗ്ലിറ്ററും കൂടെ ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം.
അപ്പോൾ രണ്ടിൻ്റെയും ഔട്ട് സൈഡ് ഇതുപോലെ ഒരു ബോർഡർ വെച്ചിട്ട് നമ്മളൊരു ഗോൾഡൻ ഡസ്റ്റിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ വാർണിഷ് ചെയ്തിട്ട് ആ ഒരു റൈറ്റിങ്സും ഏരിയാസ് കാര്യങ്ങളൊക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വർക്കെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഒരു അലൈൻമെൻറ്റിൽ നമുക്കിത് വാളിൽ സ്റ്റിക്ക് ചെയ്യാന്നുള്ളതായിരുന്നു. പിന്നെ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോഴാണ് നമുക്കിത് മൂന്നും കൂടെ സിംഗിൾ DIY ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും മാറ്റിയിട്ടൊക്കെ ഹാങ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ ഒരു ഡബിൾ സൈഡ് ടാപ്പ് ആകുമ്പോൾ പിന്നെ അത് റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഡാമേജ് ആവുന്നതാണ്. പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ത്രെഡ്, ഗോൾഡൻ ത്രെഡ് വെച്ചിട്ട് ഒരു ഹാങ്ങിങ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പിന്നെയും യൂസ് ചെയ്യാം, എവിടെ വേണമെങ്കിലും റീപ്ലേസ് ചെയ്തിട്ട് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു. അപ്പോൾ ആദ്യം തന്നെ ഞാനതിൻ്റെ അലൈൻമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു മാസ്കിംഗ് ടാപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്തതിന് ശേഷം ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നല്ലോണം ഒന്ന് സ്റ്റിക്ക് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ DIY വർക്ക് കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് പോകാനും കൂടെ മറക്കല്ലേ. അതുപോലെ ഈ ഒരു വർക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.